ഹായ് ഓൾ, വെൽക്കം ഓൾ ടു കോമേറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ മറ്റൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പ്രൊമോഷൻ. ഓക്കെ, അപ്പം പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ പ്രോഡക്ട്സിന് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിന് സെല്ലിങ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. So promotion is any marketing effort whose function is to inform or persuade actual or potential customers about the merits of the products or service for the purpose of introducing a consumer either to continue or to start purchasing the firm's product or service at the same price. അപ്പോൾ എന്താണ് എനി മാർക്കറ്റിംഗ് ഇഫേർട്ട്? അപ്പോൾ മെയിനായിട്ട് പ്രൊമോഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഇൻഫോം or persuade actual or potential customers about the merits of a product or service. ഓക്കെ, അപ്പോൾ എന്താണ്, വേറൊരു പ്രോഡക്റ്റ് അതേ പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് പർച്ചേസ് ചെയ്തുകൂടാ, ഇതിൻ്റെ മെറിറ്റ്സ് ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് കസ്റ്റമേഴ്സിന് നമ്മൾ തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പം പ്രൊമോഷൻ നമുക്ക് സിംപ്ലി പറയുകയാണെങ്കിൽ ടെല്ലിംഗ് ആൻഡ് സെല്ലിംഗ് എന്ന് നമുക്ക് പറയാം. സോ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. Brink and Kelly has defined promotion as the coordination of all seller-initiated efforts to set up channel of information and persuasion to facilitate the sale of product, service or acceptance of an idea. ഇനി നമുക്ക് സെല്ലിംഗ് ആൻഡ് പ്രൊമോഷൻ. ഓക്കെ, സെല്ലിങ്ങും പ്രൊമോഷനും തമ്മിൽ ആ ഒരു ടേംസിൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ആണ് നമ്മൾ നോക്കുന്നത്. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ selling has been defined as the personal or impersonal process of assisting and persuading a prospective customer to buy a product or service to act favorably upon the idea that is commercial significance to the seller. അപ്പോൾ എന്താണ് ഇവിടെ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഓക്കെ, അതാണ് സെല്ലിങ്ങിൽ വരുന്നത്. പ്രൊമോഷൻ ഈസ് ഇൻക്ലൂസീവ് ടേം റെപ്രസെൻറ്റിംഗ് ദ ബോർഡ് ഫീൽഡ് ഓഫ് അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ എക്സെട്ര. അപ്പോൾ ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ബ്രോഡ് ടേം ആണ്. അപ്പോൾ ഇതിൽ തന്നെ അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ ഇതൊക്കെ പ്രൊമോഷൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രൊമോഷണൽ മിക്സ് അല്ലെങ്കിൽ പ്രൊമോഷണൽ മീഡിയ അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് പ്രൊമോഷൻ, ഈ 3 രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് പ്രൊമോഷണൽ മിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രൊമോഷൻ മീഡിയ അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് പ്രൊമോഷൻ. അപ്പോൾ പ്രൊമോഷണൽ മിക്സിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിങ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻസ് ആൻഡ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. സോ ദ പ്രൊമോഷൻ മിക്സ്, എന്താണ് പ്രൊമോഷൻ മിക്സ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ദ പ്രൊമോഷൻ മിക്സ് റെഫേഴ്സ് ടു ദി ബ്ലെൻഡ് ഓഫ് സെവറൽ പ്രൊമോഷണൽ ടൂൾസ് യൂസ്ഡ് ബൈ ബിസിനസ് ടു ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ എന്താണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ പ്രൊമോഷണൽ ടൂൾസിൻ്റെ ഒരു ബ്ലെൻഡാണ്, യൂസ്ഡ് ബൈ ബിസിനസ് ടു ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമ്മുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെവറൽ പ്രൊമോഷണൽ ടൂൾസാണ്. അതിൻ്റെ ബ്ലെൻഡിനെയാണ് നമ്മൾ പ്രൊമോഷണൽ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് അഡ്വർടൈസിങ്. അപ്പോൾ എന്താണ് അഡ്വർടൈസിങ് എന്ന് നമുക്ക് നോക്കാം. അഡ്വർടൈസിങ് ഈസ് എനി പെയ്ഡ് ഓഫ് നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ, പെയ്ഡ് ഫോം ഓഫ് non-personal presentation and promotion of goods and services by the identified sponsor in the exchange of a fee. അപ്പം പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ പ്രസൻറ്റേഷനെയാണ് നമ്മൾ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ദ മാർക്കറ്റ് ത്രൂ അഡ്വർടൈസിങ് ദ മാർക്കറ്റ് ട്രൈസ് ടു ബിൽഡ് എ പുൾ സ്ട്രാറ്റജി. അപ്പം എന്താണ്, ആൾക്കാരെ ഇങ്ങോട്ടേക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് കസ്റ്റമേഴ്സിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുക, പുള്ള് ചെയ്യുക. wherein customer is instigated to try the product at least once. അതായത് അതിൻ്റെ അഡ്വർടൈസിങ് കണ്ടിട്ട് കസ്റ്റമേഴ്സ് അട്രാക്റ്റ് ആയി വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. ഓക്കെ, so the complete information along with attractive graphics of the product or service can be shown to the customers to grab their attention and influences the purchase decision. ഓക്കെ, അതാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അപ്പം പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ ആണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് ആ നെയിമിൽ തന്നെ എന്താണ്, ബൈ പേഴ്സൺ, അതായത്
directly salesman interact with the customer. So this is one of the traditional form of promotion tool wherein salesman interacts with the customer directly by visiting them. So it is a face-to-face interaction between the company representative and the customer with the objective to influence the customer to purchase the product or services. Okay, അതാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ it is a short term incentives given to the customers to have an increased sale for a given period. അതായത് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ജനറലി ദ സെയിൽസ് പ്രൊമോഷൻ സ്കീംസ് ആർ ഫ്ലോട്ടഡ് ഇൻ മാർക്കറ്റ് അറ്റ് ദ ടൈം ഓഫ് ഫെസ്റ്റിവൽ ടൈമിലൊക്കെ നമ്മൾ ഡിസ്കൗണ്ട്, കൂപ്പൺ, പേ ബാക്ക് ഓഫേഴ്സ്, ഫ്രീ ബീസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറില്ലേ, അതിനെയാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഷോർട്ട് ടേം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെയിൽസ് പ്രൊമോഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ബൈ അട്രാക്റ്റിംഗ് ബോത്ത് ദ എക്സിസ്റ്റിംഗ് ആൻഡ് ന്യൂ കസ്റ്റമേഴ്സ്. അതാണ് സെയിൽസ് പ്രൊമോഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് പബ്ലിക് റിലേഷൻസ്. ഓക്കെ, so the marketers try to build a favorable image in the market by creating relations with the general public. The companies carry out several public relation campaigns with the objective of to have a full support of people associated with it either directly or indirectly. അപ്പം എന്താണ്, പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പം പബ്ലിസിറ്റിന്ന് ചില കേസസിൽ നമ്മൾ പബ്ലിക് റിലേഷന് പകരം ഡയറക്റ്റ് പബ്ലിസിറ്റി എന്ന് കൊടുക്കാറുണ്ട്. അതായത് പബ്ലിസിറ്റി ചെയ്യുക, നമ്മുടെ പ്രോഡക്റ്റ് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിസിറ്റി ചെയ്യുക. അപ്പോൾ പബ്ലിസിറ്റി ഈസ് വൺ ഓഫ് ദി ഫോംസ് ഓഫ് പബ്ലിക് റിലേഷൻ ദാറ്റ് ദ കമ്പനി മേ യൂസ്ഡ് with the intention to bring newsworthy information to the public. അപ്പം പബ്ലിക് റിലേഷൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. എന്ത് ചെയ്യുക, ഡയറക്റ്റ് കമ്പനീസ് മാർക്കറ്റ് ചെയ്യുക. So, with the intent of technology, companies reach customers directly without any intermediaries or any paid medium. That is, email, text message, fax are some tools for direct marketing. ഇപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട് അല്ലേ കമ്പനീസൊക്കെ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. The companies can send emails and messages to the customers if they need to be informed about new offerings or sales promotion schemes. ഓക്കെ, ഡയറക്റ്റായിട്ട് നമുക്ക് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ പ്രൊമോഷണൽ മിക്സിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പുഷ് ആൻഡ് പുൾ സ്ട്രാറ്റജിയാണ്. എന്താണ് പുഷ് ആൻഡ് പുൾ സ്ട്രാറ്റജി? ആ നെയിമിൽ തന്നെ ഉണ്ട്. പുഷ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇഫേർട്ട് ഇടണം, അതായത് കമ്പനി ഒരു ഇഫേർട്ട് ഇടണം. അപ്പം പുഷ് സ്ട്രാറ്റജി ഈസ് വൺ ഇൻ വിച്ച് ദ പ്രൊഡ്യൂസർ ആക്റ്റീവ്ലി പ്രൊമോട്ട്സ് ഹിസ് പ്രോഡക്റ്റ് ടു ഇൻ്റർമീഡിയറീസ് ഹു ഇൻ ടേൺ ആക്റ്റീവ്ലി പ്രൊമോട്ട് ഇറ്റ് ടു ഫൈനൽ ബയ്യേഴ്സ്. അതായത് പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോഡക്റ്റിന് ഇൻ്റർമീഡിയറീസിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫൈനൽ ബയ്യേഴ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. So in other words, each channel member, including the producer, directs his promotional effort to next channel member in the link. അപ്പോൾ ഇവിടെ എന്താണ്, ഓരോ ചാനൽ മെമ്പറിലേക്കും ഇങ്ങനെ പുഷ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. സോ പുഷ് സ്ട്രാറ്റജി റിക്വയർസ് ഗ്രേറ്റ് ഡീൽ ഓഫ് എംഫസിസ് ഓൺ പേഴ്സണൽ സെല്ലിംഗ് അറ്റ് ദി പ്രൊഡ്യൂസേഴ്സ് ലെവൽ ആൻഡ് വേരിയസ് ടൈപ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ മെത്തേഡ്സ് ഡയറക്റ്റഡ് ടു കമ്പനി, സെയിൽസ് പീപ്പിൾ ആൻഡ് ഇൻ്റർമീഡിയറീസ്. ഓക്കെ, അപ്പോൾ അതാണ് പുഷ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് ഇൻ്റർമീഡിയറ്റ്സ് വഴി പുഷ് ചെയ്ത് വിടുന്നു. പേഴ്സണൽ സെല്ലിംഗ് അതിനൊരു എക്സാമ്പിളാണ്. ഇനി പുൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, കസ്റ്റമേഴ്സിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുക. ഓക്കെ, സോ ഇൻ പുൾ സ്ട്രാറ്റജി പ്രൊഡ്യൂസർ ഫോക്കസ് ഓൺ പ്രൊമോഷൻ എഫേർട്സ് ഡയറക്ട്ലി ഓൺ ദി ഫൈനൽ ബയ്യർ. ഇവിടെ ഫൈനൽ ബയ്യറിനെയാണ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് റാദർ ദാൻ ഓൺ ഇൻ്റർമീഡിയറീസ്. ഇവിടെ ഇൻ്റർമീഡിയറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഫോർ ഇൻസ്റ്റൻസ്, ഇൻ ദ കേസ് ഓഫ് കൺസ്യൂമർ പ്രോഡക്റ്റ്, ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഇൻഡ്യൂസ് കസ്റ്റമേഴ്സ് ടു ആസ്ക് റീറ്റെയിലേഴ്സ് ഫോർ ദി പ്രോഡക്റ്റ്. In turn, retailers ask wholesalers and wholesalers ask producers for the product. So the consumers thus pull the product through the marketing channel. അപ്പോൾ ഇവിടെ നേരെ തിരിച്ച് കൺസ്യൂമർ എന്ത് ചെയ്യും, പോയിട്ട് ഇൻ്റർമീഡിയറിനോട് ചോദിക്കും, ഇൻ്റർമീഡിയറി പോയിട്ട് റീറ്റെയിലറിനോട് ചോദിക്കും. അതായത് ഇൻ്റർമീഡിയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റീറ്റെയിലറിനോട് ചോദിക്കും, റീറ്റെയിലർ ഹോൾസെയിലറോട് ചോദിക്കും, ഹോൾസെയിലർ പോയിട്ട് പ്രൊഡ്യൂസറോട് ചോദിക്കും. ആ റിവേഴ്സ് ആണ് വരുന്നത്.
So pull strategy involves high degree of advertising and various types of sales promotion directed to the final buyers. Examples include coupons and premiums. ഓക്കെ, ഇതൊക്കെയാണ് പുൾ സ്ട്രാറ്റജിയിൽ വരുന്നത്. അപ്പോൾ പുഷ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ചാനലിലേക്ക് തള്ളിവിടുന്നു, പിന്നീട് അടുത്ത ചാനലിലേക്ക് തള്ളിവിടുന്നു, അങ്ങനെ. ഇനി പുൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കൺസ്യൂമർ പോയിട്ട് ചോദിച്ച് പ്രൊഡ്യൂസർ അടുത്ത് വാങ്ങിക്കുന്നതാണ് പുൾ സ്ട്രാറ്റജി. അപ്പോൾ അഡ്വർടൈസിംഗ് ഒക്കെയാണ് മെയിനായിട്ടും പുൾ സ്ട്രാറ്റജിയിൽ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പ്രൊമോഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.